മീഡിയ കത്തോലിക്കായിലേക്ക് സ്വാഗതം. ഇന്ന് തൃശ്ശൂർ അതിരൂപതയിൽ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് ACC കോൺവൊക്കേഷൻ നടക്കുകയുണ്ടായി. ACC എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കോഴ്സ് ഇൻ കാറ്റഗേസിസ്. 12 വർഷത്തെ വിശ്വാസ പരിശീലന ശേഷം വീണ്ടും 3 വർഷം വിശ്വാസ പരിശീലനത്തിൽ കൂടുതൽ പഠിക്കുവാനായിട്ടുള്ള പ്രത്യേക സൗകര്യം തൃശ്ശൂർ അതിരൂപതയിൽ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൻ്റെ ക്രിസ്ത്യൻ ചെയറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയാണ്. ഇന്ന് നടന്ന ACC കോൺവൊക്കേഷനിൽ 3 വർഷത്തെ പഠനത്തിന് ശേഷം 1ാം റാങ്ക് നേടിയ ഷെൽനയോടൊപ്പമാണ് ഞാൻ. ഷെൽന ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ ACC കോഴ്സിൻ്റെ 1ാം റാങ്ക് ലഭിക്കുമ്പോൾ എന്താണ് ഷെൽനയുടെ വികാരങ്ങൾ, അല്ലെങ്കിൽ ഷെൽനയുടെ സന്തോഷത്തിൻ്റെ ഭാവങ്ങൾ? ACC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് 15 റാങ്ക് വരയ്ക്കാണല്ലോ ഉള്ളത്. അതിലേതെങ്കിലും ഒരു റാങ്ക് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് തന്നെ ദൈവം തന്നതിൽ ഒരുപാട് സന്തോഷം. ഇതിനു വേണ്ടി ഒത്തിരി അധ്വാനിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ പരിശ്രമിക്കേണ്ടി വന്നു പറഞ്ഞാൽ ശരിയാണോ? അധ്വാനിച്ചിട്ടുണ്ട്. അധ്വാനിക്കാതെ ഒന്നും നേടാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അറ്റൻഡൻസ് ഞായറാഴ്ച ദിവസങ്ങളിൽ മുടങ്ങാതെ നോക്കിയിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വീട്ടിൽ എനിക്ക് പപ്പ, അമ്മ, 2 അനിയന്മാർ. അവരൊക്കെ പഠിക്കുന്നു അല്ലേ? പപ്പയും മമ്മിയും ജോലി ചെയ്യുന്നുണ്ട്? പപ്പയ്ക്ക് ജോലിയുണ്ട്. പിന്നെ പപ്പ നെസ്ലയുടെ ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യാണ്. അമ്മ ഹൗസ് വൈഫാണ്. 2 അനിയന്മാരുണ്ട്. ഒരാൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, ഒരാൾ UKGയിൽ. ACC പഠനം എന്ന് പറയുമ്പോൾ വിശ്വാസ പരിശീലനത്തിന് മുൻപുള്ള 12 വർഷങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണല്ലോ. ഇതിനെല്ലാം വീട്ടിൽ നിന്നുള്ള സ്വാധീനം അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം എന്തൊക്കെയായിരുന്നു? ഞാൻ കോഴിക്കോട് അതിരൂപതയിലെ മലപ്പുറം സെൻറ്റ് ജോസഫ് ചർച്ചിലെ ഇടവകാംഗമായിരുന്നു. 10ാം ക്ലാസ് വരെ എൻ്റെ വിശ്വാസ പരിശീലനം അവിടെയായിരുന്നു. അവിടെ നിന്നാണ് എനിക്ക് പ്രധാനമായിട്ടും ഇതിനുള്ള ഒരു പ്രചോദനം, കാറ്റഗിസത്തോട് ഇത്രയും ഒരു ബന്ധം ആദ്യം തൊട്ട് തന്നെ എനിക്ക് വന്നത്. ആ ഒരു ഇടവക, ആ ഒരു അവിടെ ഉണ്ടായിരുന്ന മാറി മാറി വരുന്ന വികാരിയച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അധ്യാപകർ, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാർ, എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കാരണം കൊണ്ട് തന്നെയാണ് എനിക്കത്. പിന്നെ എൻ്റെ മാതാപിതാക്കൾ, എടുത്തു പറയേണ്ടതാണ് മാതാപിതാക്കൾ. അവരെനിക്ക് തന്ന പ്രചോദനം, പ്രോത്സാഹനം ചെറുതൊന്നുമല്ല. അവർ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് 15 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഉച്ചയ്ക്ക് 12:30, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1 മണിയൊക്കെ ആവാറുണ്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ. പക്ഷേ ഈ പള്ളിയോട് ഇത്രയും ദൂരം ഉണ്ടായിരുന്ന 2 വീടുകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഞങ്ങളുടെ വീടും ഒന്ന് പിന്നെ വേറൊരു വീടും ഉണ്ടായിരുന്നത്. പക്ഷേ കാറ്റഗിസത്തിന് മുമ്പുള്ള അസംബ്ലിക്ക് ആദ്യം എത്തുക ഞങ്ങൾ 2 വീട്ടുകാരായിരിക്കും. പിന്നെ അവിടെ ഞാനും എൻ്റെ അനിയനും കാറ്റഗിസത്തിന് കയറി കഴിഞ്ഞാൽ എൻ്റെ പപ്പയും അമ്മയും പുറത്തിരിക്കും, ക്ലാസ്സിന് പുറത്തിരിക്കും. അതുപോലെ കുറച്ച് ദൂരം ഉള്ള വീട്ടിൽ നിന്ന് വരുന്ന എല്ലാ കുട്ടികളുടെയും പാരൻസ് അവിടെ കാത്തിരിക്കാറുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പാരൻസും ഞങ്ങളെല്ലാവരും കൂടി വിശുദ്ധ കുർബാനയ്ക്ക് പോവും. തിരിച്ച് വീട്ടിൽ ഉച്ചയാകുമ്പോൾ എത്തും. ഞാൻ 9, 10 പഠിക്കുമ്പോൾ ട്യൂഷന് പോയിരുന്നു. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചില സബ്ജക്റ്റുകളുടെ ക്ലാസ്സൊക്കെ ഉണ്ടാവാറ് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പപ്പയും അമ്മേനെ വിടാറില്ല, ട്യൂഷന് വേണ്ടി വിടാറില്ല. ഞായറാഴ്ച വിശ്വാസ പരിശീലനത്തിനും വിശുദ്ധ കുർബാനയ്ക്കുള്ളതാണെന്നാണ് അവർ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ഈ വിശ്വാസ പരിശീലനത്തിന് സഹായകരമായിട്ട് പള്ളിയിൽ നിന്നുള്ള പ്രോത്സാഹനം ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ വിശ്വാസ പരിശീലനത്തിൻ്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അത് എന്തെങ്കിലും പ്രത്യേകിച്ച് പങ്കുവയ്ക്കാനുണ്ടാവുമോ? എൻ്റെ അമ്മാമ്മയ്ക്ക് അതിൽ നല്ലൊരു പങ്കുണ്ട്. അമ്മാമ്മ രാവിലെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആദ്യം ചോദിക്കുന്നത് ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോയോ എന്നാണ്. അതിനുശേഷം വീട്ടിലുള്ള മറ്റെന്ത് വിശേഷം അമ്മാമ്മ ചോദിക്കാറുള്ളൂ. അപ്പോൾ അമ്മാമ്മയിൽ നിന്ന് കൈമാറിയിട്ടുള്ള ആ ഒരു വിശ്വാസം എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഉണ്ട്. ആ ഒരു വിശ്വാസ പരിശീലനത്തോടും കൂദാശകളോടൊക്കെയുള്ള ഒരു ഭക്തി ഞങ്ങൾ മക്കളിലേക്കും എൻ്റെ പപ്പയും അമ്മയും തന്നിട്ടുണ്ട്. വിശ്വാസ പരിശീലനത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റ് വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ നല്ല വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ പപ്പയും അമ്മയാണ്. മറ്റു വിഷയങ്ങളിൽ നല്ല വിജയമൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു.
എനിക്ക് 10ാം ക്ലാസ്സിൽ എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. +2 98% ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രിയിലും 83% ഉണ്ടായിരുന്നു. നല്ല മാർക്ക് തന്നിട്ട് തന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ അതിരൂപതയിലെ തലക്കോട്ടുകര ഇടവകയിലേക്കാണ് നിങ്ങൾ വന്നത്. അവിടെ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു വിശ്വാസ പരിശീലനത്തിൻ്റെ ഓരോ കാര്യങ്ങളും? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വന്നു. +1 +2 ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു. അതിനുശേഷം ACC ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ തന്നെ കാണുന്നത്. ഓൺലൈൻ ക്ലാസ്സിലാവുമ്പോൾ ഓൺലൈൻ ക്ലാസ് ആകാൻ കാരണം കൊറോണ ആയിരുന്നതുകൊണ്ട്, ഞാൻ 10ൽ പഠിക്കുമ്പോൾ തന്നെ കൊറോണ ആയിരുന്നു. +1 +2 പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഇതായിരുന്നു. ഓഫ്ലൈൻ വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നല്ലോ. അങ്ങനെ 2 വർഷം 11ഉം 12ഉം ക്ലാസ്സുകൾ തലക്കോട്ടുകര ഇടവകയിലായിരുന്നു. അതിനുശേഷം പിന്നെ ACCയിലേക്ക് കടന്നു വരുന്നു അല്ലേ? അവിടെ എങ്ങനെയായിരുന്നു പാഠ്യരീതി, പഠിപ്പിക്കുന്ന രീതി, കൂട്ടുകാർ, പാഠികളൊക്കെ കൂടുതൽ ഈ കൊറോണ സമയം കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവരുമായിട്ടൊക്കെ താതാത്മ്യപ്പെടാൻ സാധിച്ചിരുന്നു? കാരണം മലപ്പുറത്തുനിന്ന് വരുന്നു, അതിന് ശേഷം കൊറോണയുടെ സമയമുണ്ട് എന്ന് പറഞ്ഞ കുട്ടികളുമായിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപകരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ആദ്യം ACCയിൽ വരുമ്പോൾ ഫസ്റ്റത്തെ ഒരു ദിവസം വരുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവർക്ക് എന്നെ അറിയില്ല, ഓൺലൈൻ ക്ലാസ്സിൽ പേര് കേട്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ എങ്ങനെയായിരിക്കും എന്നെ ഒറ്റപ്പെടുത്തുക, കാരണം അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇനി കൂട്ടുകൂടാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള പേടികളുണ്ടായിരുന്നു. പക്ഷെ വന്ന ആദ്യ ദിവസം തന്നെ അവർ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പിന്നീട് അവർ തന്നിട്ടുള്ള സപ്പോർട്ടും സ്നേഹവും ആണ് ഇപ്പോഴും ആ ഒരു ഇത്. ഇനി അങ്ങോട്ടും അവരുമായിട്ടുള്ള സൗഹൃദം ഇനിയും നിലനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. SCC ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇനി കൂട്ടുകാരായിട്ടുള്ള വ്യക്തികളോട് ഈ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തെല്ലാം പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? ഇനി മറ്റുള്ളവർക്ക്, അനിയന്മാരും അനുജത്തിമാരായിട്ട് വരുന്ന ഒരു തലമുറയുണ്ടല്ലോ പിന്നിൽ, അവർക്ക് നൽകാവുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്നത്തെ കാലത്ത് കാറ്റീസത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത തലമുറയാണ്. അതിലുപരിയായിട്ട് പാരൻസിന് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലാണ് മക്കൾക്കത് കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. മാതാപിതാക്കൾ വേണം കുട്ടികളെ കൂടുതലായിട്ട് അതിന് പ്രോത്സാഹിപ്പിക്കാനായിട്ട്. മറ്റ് സ്കൂളിലെ വിഷയങ്ങളൊക്കെ പഠിക്കാനായിട്ട് പോകുമ്പോൾ കാറ്റീസാണ് പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ഒരു, പ്രത്യേകിച്ച് ട്യൂഷനൊക്കെ സൺഡേസിൽ ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചിലപ്പോൾ വിശുദ്ധ കുർബാനയ്ക്കടക്കം പോവാതെ കുട്ടികളെ ട്യൂഷനൊക്കെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാതാപിതാക്കൾ കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കുക. ഓക്കെ, പറഞ്ഞപ്പോൾ അനുജന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? താഴെയുള്ള അനിയന് അത് അറിയാനുള്ള പ്രായമായിട്ടില്ല, എന്നാലും അവൻ ഞങ്ങളുടെ കൂടെ എന്തോ ഒരു വലിയൊരു സംഭവം നടന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. 7 മണിക്കാണ് ഇത് അനൗൺസ് ചെയ്യുന്നത് യൂട്യൂബ് ചാനലിൽ. അപ്പോഴാണ് അറിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ തന്നെയാണ്, എൻ്റെ നേരെ താഴെയുള്ള അനിയനാണ് ഇത് കൊണ്ട് കാണിച്ചത്. എനിക്ക് നോക്കാൻ പേടിയായിരുന്നു. കിട്ടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, 15 റാങ്കിനുള്ളിലെങ്കിലും വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അനിയനാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ലൈവ് പോകുന്നത് കാണിച്ചു തന്നത്. അങ്ങനെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പപ്പയും അമ്മയും ആ സന്തോഷം കൊണ്ട് കരഞ്ഞു, ഞാനടക്കം. ആ ഒരു നിമിഷം തന്നെ ഞാൻ എനിക്ക് തന്ന ഇത്രയും കുട്ടികൾ എഴുതിയതിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് ഞാൻ ആ ഒരു നിമിഷം, ഞാനും എൻ്റെ പാരൻസും എൻ്റെ കുടുംബം മുഴുവൻ ഞാൻ നന്ദി പറയാണ് ചെയ്തത്. ഇന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങിയത് തൃശ്ശൂർ അതിരൂപതയുടെ അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്തുപിതാവിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. ആ സമ്മാനം സ്വീകരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നു? ഞാൻ ആ നിമിഷം ഓർത്തത് എൻ്റെ മാതാപിതാക്കളെയാണ്. ഈ വിശ്വാസ പരിശീലനം എൻ്റെ കഴിവ് കൊണ്ടല്ല, അവരെന്നെ ഈ ഒരു വിശ്വാസത്തിൽ വളർത്തിയതുകൊണ്ടും അവർ തന്ന പ്രചോദനം കൊണ്ടും അവരെനിക്ക് തന്ന വിശ്വാസം കൊണ്ടും നേടിയെടുത്ത ഒരു വിജയമാണത്. അപ്പോൾ ഞാൻ ആ ഒരു നിമിഷം ഞാൻ ഓർത്തത് എൻ്റെ മാതാപിതാക്കളെയാണ്. ഇന്നത്തെ ഈ കോൺവൊക്കേഷൻ മീറ്റിങ്ങിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അത് വലിയൊരു തമ്പുരാൻ നൽകുന്ന നന്ദി പറയുന്നത് പോലെ തന്നെ സഹായിച്ച എല്ലാവരും നന്ദി പറഞ്ഞു. ടോണി പിതാവ് അവിടെ ഉണ്ടായിരുന്നു, സഹായമെത്രാൻ. ടോണി പിതാവ് പ്രത്യേകം പറഞ്ഞു, ഒരു സാക്ഷ്യം എന്ന നിലയിൽ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഈ മീഡിയ കത്തോലിക്കരുടെ കേൾക്കുന്നവർക്കും ഒരു സാക്ഷ്യം എന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. അന്നേരം എന്താ തോന്നിയത്? ശരിക്കും അങ്ങനെ പറയാനുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ട ആവശ്യം, എന്നെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ
അത് വേണോ എന്നുള്ള രീതിയിൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയുണ്ടായി. പിന്നെ എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞു. പിതാവ് അത് കുഴപ്പമില്ല, അത്രയൊന്നും ഉണ്ടാവില്ല, പേടിക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സപ്പോർട്ട് തന്നുകൊണ്ടാണ് വന്നത്. അപ്പോൾ പ്രത്യേകം നന്ദി പറയുന്നു. ഇത് വലിയൊരു സാക്ഷ്യമാണ്. വിശ്വാസ പരിശീലന രംഗത്ത് ഒത്തിരി കുട്ടികൾ ഈശോയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു, അറിഞ്ഞ ഈശോയെ അനുഭവിക്കാൻ ശ്രമിക്കുന്നു, അനുഭവിച്ച ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ ACC പഠനത്തിന് ശേഷവും ഈശോയെ കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും ആ ഈശോയെ കൂടുതൽ പങ്കുവയ്ക്കാനുള്ള ആഗ്രഹവും ഇനിയും തീർച്ചയായിട്ടും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യ വ്യക്തികളാകുന്നത്. അപ്പോൾ അതിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു. താങ്ക് യു.